നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോയൊരു വീഡിയോ ആണ്. നമ്മുടെ സ്വന്തം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുറേ നേരം ട്രെയിനൊക്കെ നോക്കിയിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, തൽക്കാലം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ട്രെയിനൊക്കെ വന്നു. ട്രെയിനിൽ കയറി ഉടനെ പാറു പിന്നെ ഫോണിലായിരുന്നു. അങ്ങനെ ചങ്ങനാശ്ശേരി ആയപ്പോൾ നമുക്ക് 2 ചേച്ചിമാരെ കിട്ടി. അവരായിട്ട് കമ്പനിയൊക്കെ അടിച്ചിരുന്ന് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ എന്താ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു, പ്ലാറ്റ്ഫോമെല്ലാം നനഞ്ഞ് കിടക്കുമായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ ഇവിടെ ഫുള്ള് മരം ഒടിഞ്ഞ് വീണു, ആലിപ്പഴം വീണു എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഭയങ്കര മഴയായിരുന്നു, അതുപോലെ മഴയായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ കയറി, കഴിച്ചില്ല. നമ്മൾ പാഴ്സലും മേടിച്ചുകൊണ്ട് നേരെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ എന്താ കുറേ നേരം നമ്മൾ നോക്കി നിന്ന്, എന്നിട്ടൊന്നും ബസ്സില്ല. ഒരു ബസ് വന്നു, പക്ഷേ അത് AC ആണ്. ഞങ്ങൾ അങ്ങനെ കയറിയില്ല, കാരണം അങ്ങറ്റം വരെ ഇരിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാകുമെന്ന് പാറു പറഞ്ഞു, രാവിലെ അല്ലേ. അങ്ങനെ നമ്മൾ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിന് കയറി കുറേ നേരം ഇരുന്ന് ബ്ലോക്കിലൊക്കെ പെട്ട് അവസാനം നമ്മൾ ഹോസ്കോട്ടെ ചെന്നപ്പോഴാണ് ഓർത്തത് നമുക്ക് 2-3 സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടുത്ത ഡിമാർട്ടുള്ളതെന്ന്, അതുകൊണ്ട് നമ്മൾ നേരെ ഡിമാർട്ടിൽ കയറി സാധനമൊക്കെ മേടിച്ചു. കുറച്ച് നേരം രാവിലെ ഉണ്ട്, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ സാധനമൊക്കെ മേടിച്ചു, ബില്ലൊക്കെ അടിച്ചു. നേരെ നമ്മൾ നടന്ന് ഓട്ടോ സ്റ്റാൻഡിൽ വന്നു. അവിടെ വന്നപ്പോൾ ഓട്ടോ ഒക്കെ ഉണ്ട്. കത്തി റേറ്റാണ്. ഞങ്ങൾ പിന്നെ ഷെയറിങ് ഓട്ടോയിൽ കയറാൻ നിർത്തി. അയ്യോ, ഇത് കയറിയത് അബദ്ധമായെന്ന് ഓർത്തു. എൻ്റെ പൊന്നോ, എന്തോ ഒരു തിരക്കായിരുന്നല്ലോ. അവിടെ ഒരു ഈച്ച കിടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അവസാനം ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ പുറകെ 2 അങ്കിളുമാർ നിൽക്കുമായിരുന്നു, 5-6 പേര്. ഒട്ടും സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തള്ളിപ്പിടിച്ചൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ പോയാലും ഈ ഒറ്റ ഓട്ടത്തിൽ അങ്ങനെ 500 കിട്ടും. അതുപോലെ ആൾക്കാരെയൊക്കെ നിറച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി കോളേജിലെത്തി കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ മെസ്സിലെ വയ്യാണേ. പുള്ളി നമ്മളെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ കുറേ യാത്രയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ ഹോസ്റ്റലിലോട്ട് കയറി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.